നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസ് സ്പീഡ് ന്യൂസ് 10-ലേക്ക് സ്വാഗതം. അയർലൻഡിൽ പുതിയ മോർട്ട്ഗേജുകളുടെ ശരാശരി പലിശ നിരക്ക് വീണ്ടും കുറഞ്ഞു. ശരാശരി പലിശ നിരക്ക് മാർച്ച് വരെയാണ് കുറഞ്ഞിട്ടുള്ളത്. ഫെബ്രുവരിയിലെ 3.79% നിന്നും 3.77 പലിശ നിരക്ക് കുറഞ്ഞതായി സെൻട്രൽ ബാങ്ക് ഓഫ് അയർലൻഡ് അറിയിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കൃത്യമായി നടത്തിയില്ലെങ്കിൽ റോഡ് സുരക്ഷാ അതോറിറ്റി പിഴ ഈടാക്കണമെന്ന് TD ജെന്നിഫർ വിറ്റ്മോർ പറഞ്ഞു. അതുമല്ലെങ്കിൽ ടെസ്റ്റ് സൗജന്യമാക്കണം. ഡ്രൈവിംഗ് ടെസ്റ്റിനായുള്ള കാത്തിരിപ്പ് കാലാവധി ദീർഘമായി നീളുന്ന പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രസവശേഷം അമ്മയ്ക്ക് കുഞ്ഞിനെ മാറി നൽകിയ കേസ് ഒത്തുതീർപ്പായി. സംഭവത്തിൽ HSEക്കെതിരെ നിലനിന്നിരുന്ന കേസാണ് ഹൈക്കോടതിയിൽ ഒത്തുതീർപ്പായത്. സ്തനാർബുദവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കായി ഗാൽവേ സർവകലാശാലയിൽ വൻതുകയുടെ നിക്ഷേപം നടത്തി നാഷണൽ ബ്രസ്റ്റ് ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. 4 മില്യൺ യൂറോയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. കോഡ്സ് വിരുദ്ധ പ്രതിഷേധത്തിനിടെ കമോഗി പ്രൊവിൻഷ്യൽ ഫൈനൽ മത്സരങ്ങൾ നടക്കും. മത്സരങ്ങൾക്ക് ഈ വാരാന്ത്യത്തിൽ മുടക്കമുണ്ടാകില്ലെന്ന് മത്സരാർത്ഥികൾ അറിയിച്ചു. അതേസമയം പ്രതിഷേധം അവസാനിച്ചിട്ടില്ലെന്നും ഇവർ വ്യക്തമാക്കി. അയർലൻഡിൽ നിലവിലെ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് പിന്നിൽ ഒമേഗ ബ്ലോക്കിംഗ് ഹൈ എന്ന പ്രതിഭാസം. ഐറിഷ് കാലാവസ്ഥാ വകുപ്പിലെ ഫോർകാസ്റ്റിംഗ് മേധാവി ഇയോൺ ഷെർലോക്കാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 2 താഴ്ന്ന മർദ്ദങ്ങൾക്കിടയിൽ ഒരു ഉയർന്ന മർദ്ദമകപ്പെടുന്ന അവസ്ഥയാണ് ഇത്. ആപ്പിൾ CEO ടിം കുക്കിനോട് ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കരുതെന്ന നിർദ്ദേശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദോഹയിലെ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം. ഇന്ത്യയുടെ കാര്യം അവർ നോക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ജമ്മുകശ്മീർ സന്ദർശിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സൈന്യം പഠിപ്പിച്ച പാഠം പാക് ഭീകരർ ഒരിക്കലും മറക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രി G. സുധാകരന്റെ മൊഴിയെടുത്ത ഉദ്യോഗസ്ഥർ. തഹസിൽദാരുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയാണ് മൊഴിയെടുത്തത്. കേരളത്തിൽ വ്യാഴാഴ്ച മുതൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക.